ഈശോയിൽ പ്രിയമുള്ളവരെ, ഈ ലോകത്തിലായിരിക്കുമ്പോൾ എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം സ്വതന്ത്രരായി ജീവിക്കണമെന്നുള്ളതാണ്. ഭൗതികമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിൽ പല ഘടകങ്ങളുണ്ട്. മാനസികം, ശാരീരികം, സാമ്പത്തികം, അങ്ങനെ പല തലങ്ങളും. ജീവിതത്തിൽ സ്വാതന്ത്ര്യമുള്ള മനുഷ്യന് ഒത്തിരിയേറെ പ്രത്യേകതകളുണ്ട്. സ്വാതന്ത്ര്യം ഒരു മനുഷ്യനെ കുറേയധികം ക്രിയാത്മക ചിന്തകളിലേക്കും പ്രവൃത്തികളിലേക്കും ജീവിതശൈലിയിലേക്കും അവനെ നയിക്കും. അവൻ്റെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറമായിട്ടുള്ളൊരു വളർച്ച അവൻ്റെ ജീവിതത്തിലുണ്ടാകും. അടിമത്തം എന്ന് പറയുന്നത് ഒരുവനെ മുരടിപ്പിച്ച് കളയുന്ന ഒരു അവസ്ഥയാണ്. അവൻ്റെ ജീവിതത്തിലെ പല സന്തോഷങ്ങളെയും ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ നമ്മളോട് യഥാർത്ഥ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 8-ാമത്തെ അധ്യായം 32-ാം വാക്യത്തിൽ ഈശോ ഇങ്ങനെ പറയുന്നു: സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് വിശ്വസിച്ച് ജീവിക്കാനായി ആരംഭിച്ച യഹൂദ ജനങ്ങളോട് ഈശോ പറയുന്നതാണ്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ വിശുദ്ധ ഫ്രാൻസിസിനെ അനുസ്മരിക്കുക. വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തിൽ ഈ സ്വാതന്ത്ര്യം തിരിച്ചറിഞ്ഞു. ഫ്രാൻസിസ് തൻ്റെ ജീവിതത്തിൽ ഈ സത്യത്തെ തിരിച്ചറിഞ്ഞപ്പോൾ അതുവരെ ജീവിതത്തിൽ പ്രധാനമെന്ന് കരുതിയത് പലതും ഉപേക്ഷിച്ചു. ധനം, പ്രശസ്തി, തനിക്ക് ലഭിക്കാമായിരുന്ന പല സുഖ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചപ്പോൾ ഫ്രാൻസിസ് ഈ യഥാർത്ഥ സ്വാതന്ത്ര്യം തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു. അതിലൊരു പ്രത്യേക ശക്തി ഫ്രാൻസിസിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഫ്രാൻസിസ് ഈ സ്വാതന്ത്ര്യം അനുഭവിച്ചപ്പോൾ പല സാധ്യതകളെയും നേടിയെടുക്കുവാനായിട്ട് ഫ്രാൻസിസിന് സാധിച്ചു. നമ്മൾ ഏറ്റവും അധികമായിട്ട് കാണുന്നത് ഫ്രാൻസിസ് പ്രപഞ്ചത്തിലുള്ള സർവ്വ സൃഷ്ടജാലങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ഏതൊരു വ്യക്തിയെയും സ്നേഹത്തോടു കൂടി ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യമുള്ള മനുഷ്യനെ സാധിക്കൂ. അതുപോലെ തന്നെ ഒന്നിനെയും ഫ്രാൻസിസിന് ഭയപ്പെടുത്താനായിട്ട് സാധിച്ചില്ല. മരണത്തെ പോലും ഫ്രാൻസിസ് അതിജീവിച്ചുകൊണ്ട് ഉന്മേഷത്തോടുകൂടി അതിനെ സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി അതിനെ പുൽകിയെന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുക. സ്നേഹമുള്ളവരെ, ആത്മീയ സ്വാതന്ത്ര്യമുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ നന്മകൾ, വളർച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പോലെ ഫ്രാൻസിസിൻ്റെ ജീവിതം നമുക്ക് മാതൃകയാക്കിക്കൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിലും യഥാർത്ഥമായ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ നാം ഫ്രാൻസിസിനെ പ്രത്യേകമായി സ്മരിക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിലും ആത്മീയമായ സ്വാതന്ത്ര്യം സ്വന്തമാക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ഫ്രാൻസിസിൻ്റെ ജീവിത മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താം. ഭൗതികമായിട്ടുള്ള സമ്പത്തും സ്ഥാനമാനങ്ങളും പ്രശസ്തി അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വളർന്ന് ആത്മീയമായ സ്വാതന്ത്ര്യം സ്വന്തമാക്കിക്കൊണ്ട് ജീവിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ മാധ്യസ്ഥം തേടാം. നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ സ്വാതന്ത്ര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ വളർച്ചകളും നമ്മുടെ സാധ്യതകളെയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനായിട്ട് ദൈവം നമ്മെ ശക്തിപ്പെടുത്തും. ആത്മാർത്ഥമായി ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ദൈവം നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കട്ടെ.